ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിശ്വത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ള പോലീസിന്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മാഷങ്ങ് ഞെട്ടിപ്പോകും. വിശ്വോ എന്നിങ്ങനെ ചോദിക്കുന്ന നിൽക്കുമ്പോൾ അവിടെ ഉള്ളവർ ഞെട്ടിപ്പോയി ഇങ്ങനെ നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പ്രമോലുള്ളത് മാഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ഈ സമയം എല്ലാവരും ആകെ ടെൻഷനോട് കൂടിയാണ്. ശ്രീചേട്ടത്തി അപ്പം തന്നെ വിക്രത്തെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. വിശ്വേട്ടന് പോലീസ് അറസ്റ്റ് ചെയ്തു, അവരടയ്ക്കാൻ കൊടുത്ത പൈസ വിശ്വേട്ടൻ എടുത്ത് മാറ്റിയെന്ന് അവര് പറയുന്നത് എന്നൊക്കെ പറഞ്ഞേക്കുമ്പോ വിക്രം അങ്ങ് ഞെട്ടിപ്പോകും. ചേട്ടൻ അങ്ങനെ ചെയ്യില്ലല്ലോ. അതെ, അങ്ങനെ ചെയ്യില്ല, അവര് കുടിക്കതാ. എടാ, വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, ആ കമ്പനി ആ വേദയുടെ ചേട്ടന്റെ ആണെന്ന് അതുകൂടെ കേൾക്കുമ്പോ വിക്രം ഒന്നുകൂടെ ഞെട്ടാണേ. അപ്പൊ തന്നെ വിക്രത്തിന് കാര്യം മനസ്സിലാകും. ശ്രീകാന്തെ പണി കൊടുത്തതാണെന്ന്. വിക്രം പറയും, ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോവാം, അച്ഛനും പോയിട്ടുണ്ടെന്ന് ശ്രീചേട്ടത്തിയും പറയണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാഷും അതുപോലെ മാഷ് എത്തി ഒരു അല്പസമയം കഴിയുമ്പോൾ തന്നെ വിക്രമും പോലീസ് സ്റ്റേഷനിലെത്താണേ. മാഷെ കാണുമ്പോൾ അച്ഛാ എന്ന് വിളിച്ച് വിഷു അവിടുന്ന് എഴുന്നേൽക്കണേ. ഞാൻ എടുത്തിട്ടില്ല അച്ഛാ എന്ന് വിഷു അവിടുന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തുള്ളത് വിക്രമും അച്ഛനും വീട്ടിലെത്തുന്നുണ്ട്. ജാമ്യം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ മാഷെ വിനായകന്റെ അടുത്ത് ചോദിക്കും, ഇങ്ങനൊരു ജോലി ഒഴിവുണ്ടെന്ന് നീയല്ലേ അവനോട് പറഞ്ഞത്? ഇത് കേൾക്കുമ്പോൾ തന്നെ വിനായകനാകെ പേടിക്കുന്നുണ്ട്. പണി പാളിയോന്ന് വിനായകൻ ഇങ്ങനെ തോന്നുക. പിന്നെ കാണിക്കുന്ന ഭാഗത്ത് വിക്രം പറയും, നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ഒരവസരം കിട്ടിയ ഇവളുടെ വീട്ടുകാര് അത് മുതലെടുക്കുന്ന അറിഞ്ഞൂടായിരുന്നു. ശ്രീചേർത്തി ആകെ സങ്കടത്തിലാവുന്നുണ്ട്. വേദ പറയും, ആരും വിഷമിക്കേണ്ട, വിശ്വേട്ടന് ഒന്നും സംഭവിക്കില്ല, അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം. വേദ ഉദ്ദേശിക്കുന്നത് വേദ ഇപ്പോൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ശ്രീചേർത്തി വെറുതെ ആണെങ്കിലും എങ്കിൽ പിന്നെ ഇനി കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വേദ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ കാര്യം അവിടെ സത്യമാണ്. അതായത് വിശ്വത്തെ വേദ തന്നെയായിരിക്കും പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ പോകുന്നത്, അതും സത്യം തെളിയിച്ചുകൊണ്ട്. ബാങ്കിന്റെ അവിടെ എത്തിയതിനു ശേഷമാണല്ലോ പണം അവർ മാറ്റിയത്. അതൊരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ ചുറ്റിലും CCTV ക്യാമറ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെളിവുകളും കിട്ടും. അപ്പം നമുക്കിനി ആ ഭാഗത്തിനൊക്കെ ആയിട്ട് കാത്തിരിക്കാം, ശ്രീകാന്തിനുള്ള തിരിച്ചടിക്കായിട്ട്. അപ്പം ഇന്നത്തെ ഈ പ്രൊമോഷൻ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്